വേറെ ചികിത്സിക്കേണ്ടതായിട്ട് വരും. ശരിക്കും വിഴിഞ്ഞ ആവെ മാത്രാ പാടുള്ളൂ ചേട്ടാ, ശരിക്കും വിഴിഞ്ഞോ. ഓ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, രോഗങ്ങളൊക്കെ മാറട്ടെ, വീടില്ലാത്തവർക്ക് വീട് ലഭിക്കട്ടെ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ, കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, ഐക്യമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ. നല്ല മഴയാണ് കേട്ടോ. ചേട്ടനും ആൻസൂട്ടനും മുമ്പ് പോകുന്നുണ്ട്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇതാ ബ്ലാക്കും ഒക്കെ ഇട്ട് നമ്മൾ മല കയറാൻ പോവുകയാണ്, മലയാറ്റൂർക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഈസ്റ്ററിന് പോയി, ഈ വർഷം നമ്മൾ പുതുഞാറാഴ്ച പോകാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പുതുഞാറാഴ്ച പോയത് ആരക്കുഴ, അതായത് മൂവാറ്റുപുഴ ആരക്കുഴ മലയക്കുരിശ് പള്ളിയിലേക്കായിരുന്നു. ഈ വർഷം നമ്മൾ മലയാറ്റൂര് പോകാമെന്ന് വെച്ചു. കാരണം ഈസ്റ്ററിന് പോകാനുള്ള സാഹചര്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പം നമ്മള് രണ്ടുപേരും ഞാനും ചേട്ടനും കൂടി ഒരുമിച്ച്, അല്ലെങ്കിൽ ഞാനും ചേട്ടൻ ആൻസും കൂടി ഒരുമിച്ച് മലയാറ്റൂര് പോകുന്ന ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ആൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനല്ലേ. ആൻസിനെ ഒന്ന് ബ്ലാക്ക് പാൻറ് ഇടിപ്പിക്കാൻ പറ്റ പാടാ, എനിക്കും അത്ര അറിയുള്ളൂ. എനിക്കും അറിയാം, മലയാറ്റൂർ മുത്തപ്പനും അറിയാൻ തോന്നണം. ചേട്ടനൊന്നും ഇടാതെ, ചേട്ടന് പുതിയ മുണ്ടൊക്കെ ആട്ടോ. ഇവിടെ ഇപ്പൊ പുത്തനൊക്കെ ഇട്ടോണ്ടിരിക്കണത് കക്ഷി ഇവിടെയാണ്. പുതിയ മുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ആ മറ്റേ ഷർട്ടായിരുന്നു പ്ലാൻ ചെയ്തേ. അപ്പം ഈ മുണ്ടിന്റെ കരയുള്ള ഷർട്ടാ, ഡബിൾ ഷെയ്ഡ് ഉള്ള ഷർട്ട്. അപ്പൊ ചേട്ടന് ബ്ലാക്കും ഒക്കെ ഇട്ട് പോകണം. ഒരു ബ്ലാക്ക് തോർത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ജോഡി ബ്ലാക്ക് വാച്ച്, ബ്ലാക്ക് ഷർട്ട്. എന്റെ പൊന്നോ, എനിക്ക് വയ്യ. എന്നാണോ തലക്കായും കൊടുത്തിരിക്കണേ. അപ്പൊ നമുക്ക് മലയാറ്റൂരേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. പിന്നെ മലയാറ്റൂര് കാണാം, മല കയറുന്നത് കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവിടെ വെച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ നമ്മൾ പോയ വഴിക്ക് ഹോട്ടൽ വുഡ്ലാൻഡ്സിൽ കയറിയിട്ടോ. നമ്മൾ തൊടുപുഴ മൂവാറ്റുപുഴ റോട്ടിലാണ്. മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയത് അരമണിക്കൂറായിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും അങ്ങ് എത്തിയിട്ടില്ല. നമ്മൾ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുവാണ് കേട്ടോ. ഇപ്പൊ പോവാറുണ്ട്, നമുക്ക് പകുതി ദൂരം അങ്ങ് പോകാം. അവസാനം ഇപ്പൊ ആൻസിന്റെ നമുക്കന്ന് പോയാലോ എന്ന് ആൻസ് ഇരുന്നിരുന്നു മടുത്ത്. അയ്യോ പാവോ. അപ്പൊ ഫുഡ് വരുമോ നോക്കാം. നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, വരുമോ വരില്ലേ. അങ്ങനെ കാത്തിരുന്ന് നമുക്കിതാ മസാല ദോശ എത്തിയിട്ടുണ്ട്. മസാല ദോശയിൽ ചമ്മന്തി 2, ഒരു വട, ഒരു സാമ്പാർ, ആൻസുകൂട്ടന് നെയ് റോസ്റ്റ്. ചേട്ടൻ മസാല ദോശ കഴിക്കൽ തുടങ്ങി. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. മസാല ദോശ, അതിലെ ഉഴുന്ന് വട സൂപ്പറായിരുന്നു. നല്ല മുരിഞ്ഞ നല്ല സൂപ്പർ വട. അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടരാം അല്ല ആൻസേ. അവിടെ വെച്ചാണെങ്കിൽ ഹോട്ടലിൽ വെച്ച് ആൻസിന്റെ ഒരു ടീച്ചറിനെ കണ്ടു, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. അങ്ങനെ അപ്പൊ നമുക്ക് യാത്ര തുടരാം. അതാ നമ്മൾ മലയാറ്റൂര് അടിവാരത്തിൽ എത്തിയിട്ടുണ്ട്. നിറച്ച ആളുകളാണ് കേട്ടോ, നിറയെ വണ്ടികളാണ്, നിറച്ച ആളുകളാണ്. നക്ഷത്ര തടാകത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പം. മലയാറ്റൂര് നക്ഷത്ര തടാകം. ആൻസൂട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയേ. ഈ നക്ഷത്ര തടാകത്തിന്റെ അടുത്തെങ്ങാണ്ട് ആ ചേച്ചിയുടെ അച്ചാറ് കട.
ആ ചേച്ചിനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ നിന്നാണ് അങ്ങോട്ട് കയറണേ. ആ വണ്ടി ഇടണതോ നല്ല തിരക്കാ അല്ലേ? നല്ല തിരക്കാണ്, നല്ല തിരക്കാ. ആൻസാ നിറച്ച് വണ്ടിയാ, നോക്കി നിറയെ വണ്ടികളാണ്. അടിപൊളി. ഇപ്പം നമ്മളിതാ അടിവാരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മല കയറാനായിട്ട് തുടങ്ങുവാണ്. ഇതാ ചേട്ടനും ആൻസൂട്ടനും മുമ്പ് പോകുന്നുണ്ട്. അപ്പം ചേട്ടൻ എന്താ മുന്നിൽ പോകുന്നതാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങനെയൊക്കെ പോകും, എന്നിട്ട് അവിടെ നിൽക്കും. ഇപ്പം കണ്ടത് സാമ്പിളായിരുന്നു, ഇനിയാണ് മല കിടക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ശരിക്കുള്ള മല കയറ്റം തുടങ്ങിയിട്ടോ. ആൻസൂറിന് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി, അതിനകത്ത് വെള്ളമാണ്. ചേട്ടനാണെങ്കിൽ മുമ്പേ അങ്ങ് പോകും, എന്നിട്ട് നിൽക്കും. നിൽക്കണം നോക്ക്. അപ്പം അങ്ങനെ നമ്മളിതാ ഒന്നാം സ്ഥലത്ത് എത്താറായി കേട്ടോ. എത്തി. ഇനി ജസ്റ്റ് ഇച്ചിരി ഉള്ളു. അപ്പോൾ ഇതാ മുഖം കഴുകാനൊക്കെ ആയിട്ട് ഇവിടെ പൈപ്പുകളൊക്കെ ഉണ്ട്, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ചുറ്റുമനാണ്. ഇപ്പോൾ ഒന്നാം സ്ഥലത്തു നിന്നതാ അങ്ങ് താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ. പക്ഷെ കയറി വന്നപ്പോൾ നമ്മൾ ഇത്ര വലിയ കയറിയെന്ന് തോന്നിയില്ല കേട്ടോ. ഇത് അങ്ങ് ദൂരെ തടാകമൊക്കെ കാണാതെ, നക്ഷത്ര തടാകം. എന്നാ അപ്പോൾ ഇതാ നമ്മൾ ഒന്നാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാം. ഇതാണ് ഒന്നാം സ്ഥലം. ആൻസൂട്ടൻ ബാഗൊക്കെ പിടിച്ച് നിൽക്കണുണ്ടോ. മടുത്തെങ്കിൽ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞാണ്, എന്ത് ചെയ്താൽ തരത്തില്ല. അങ്ങനെ നമ്മൾ 7ാം സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ജനത്തിരക്കാണ്. അങ്ങോട്ട് കയറുന്നവരും ഒരുപാടുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങുന്നവരും ഒരുപാടുണ്ട്. നമ്മുടെ ഒരു പാക്കറ്റ് തിരി തീരാറായി. നമ്മൾ 3 പാക്കറ്റ് തിരി മുതൽ വന്നതാണ്. കത്തിച്ചോ? അപ്പം നമ്മളിതാ 14ാം സ്ഥലത്തെത്തിയിട്ടോ. ഇനിയിപ്പം നമ്മൾ മുകളിൽ കയറിയിട്ട് ഇതാ അതിലായിരിക്കും ഇറങ്ങി വരിക. നിറയെ ആളാണ് കേട്ടോ. ഈ സമയമായെങ്കിലും ഉച്ച സമയമൊക്കെ ആണെങ്കിലും നിറയെ ആളുകളാണ്. ചായക്കട, കാപ്പിക്കട, ഐസ്ക്രീം കട, അങ്ങനെ എല്ലാ കടകളും ഉണ്ട്. നിറയെ ആളുകളാണ്. മടുത്തോ? മടുത്തില്ല? ശരിക്കും ഞങ്ങൾ പതുക്കെ കയറിയ, അതുകൊണ്ട് തന്നെ വലിയ മടുപ്പൊന്നും തോന്നിയില്ല കേട്ടോ. ഇപ്പോൾ മടുപ്പൊക്കെ പോയി, ക്ഷീണമെല്ലാം പോയി. കയറി വന്നതിൻ്റെ ഉറക്കം വരുന്നുണ്ടോ? ആ, നല്ല തണുത്ത കാറ്റുണ്ട്. ആൻസന്തിയേ ആ കുരിശിൻ്റെ ഒക്കെ ഭംഗി കണ്ടുകൊണ്ട് നിൽക്കുക.
അപ്പോൾ അതാ വലിയ കുരിശുകളൊക്കെ ഓരോ ഇടവകയെന്നൊക്കെ ചുവന്ന് കയറ്റിക്കൊണ്ട് വന്ന് വെച്ചിരിക്കുന്നതാണ്. മലങ്കരയൊക്കെ ഉണ്ട്. ഇതാ ഇത് നമ്മൾ കരിമണ്ണൂരിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന കുരിശാണ് കേട്ടോ. ഇതാ കരിമണ്ണൂർ പാഴൂക്കര. ഈ കുരിശ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ മുകളിലെത്തിയപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ. നല്ലൊരു മഴ എന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളമൊക്കെയുള്ള നല്ലൊരു മഴ. മഴ അങ്ങ് കനത്തു. വേറെ ഒന്നുമില്ല, മഴ മാത്രമേ ഉള്ളേ. നിറച്ച നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ മെഴുകുതിരി എല്ലാം കൂടി ഒരുമിച്ച് കത്തിച്ച് വെക്കുവാണ് കേട്ടോ. ബാക്കി വന്ന എല്ലാ തിരികളും. മഴ പതുക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴ പതുക്കെ ഒന്ന് കുറഞ്ഞു. അപ്പം നമ്മൾ മാർത്തോമ മണ്ഡപത്തിലിറങ്ങി. അതിന് ശേഷം നമ്മളിതാ ആന കുത്തിയ പള്ളിയുടെ അതിൽ പോയിട്ട് നമ്മൾ കണ്ടിറങ്ങും. ഇപ്പം തന്നെ എന്നാലും ഒന്ന് പിടിക്കടാ. ആന കുത്തിയ പള്ളി. ആന കുത്തിയെങ്കിലും ഇത് പെടന്നു പോയില്ല. ഉള്ളിലേക്ക് വളഞ്ഞു വളഞ്ഞു പോയതേ ഉള്ളൂ. അതാ നമ്മൾ അങ്ങനെ പൊന്നൻ കുരിശിന്റെ അടുത്തെത്തി കേട്ടോ. ഹിന്ദു സ്ട്രീംസിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങളും നിറവേറട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, രോഗങ്ങളൊക്കെ മാറട്ടെ, വീടില്ലാത്തവർക്ക് വീട് ലഭിക്കട്ടെ, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, ഐക്യമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ. മലയാറ്റൂര് മുത്തപ്പന്റെ അനുഗ്രഹം എല്ലാവരുടെ കുടുംബങ്ങളിലേക്കും ഉണ്ടാകട്ടെ. അപ്പൊ മഴയൊക്കെ
മാറി. ഇനിയിപ്പോൾ നമ്മളടുത്ത് പോണ ഫുട് പ്രിൻറ്റ്സ് ഓഫ് സെൻറ്റ് തോമസ്, വിശുദ്ധ തോമസ് ശ്ലീഹായുടെ പാദമുദ്രകൾ പതിഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെരുന്നാളിന് കൊടിയേറിയതാണ്. ഞായറാഴ്ചയായിരുന്നു ഇവിടെ പെരുന്നാൾ, അതായത് ഇന്നായിരുന്നു ഇവിടുത്തെ പെരുന്നാൾ. ചെണ്ടകൊട്ടുകാരൊക്കെ നമ്മൾ കയറി വരുമ്പോഴാണ് ചെണ്ടകൊട്ടുകാരൊക്കെ ഇറങ്ങിപ്പോകുന്നത്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട്, പെരുന്നാൾ കഴിഞ്ഞുള്ളതിൻ്റെ നേർച്ചക്കഞ്ഞി വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീം വരെ തീർന്നു പോയ സിറ്റുവേഷനാണ്. അപ്പോൾ ഐസ്ക്രീം പോലും കിട്ടാത്തതിൻ്റെ ദുഃഖത്തിൽ പോകുന്ന ആൻസിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന മണ്ഡപം, അവിടെയാണ് സെൻറ്റ് തോമസിൻ്റെ പാദങ്ങൾ പതിഞ്ഞ പാറയുള്ളത്. ആണോ? പൈനാപ്പിൾ മൂടിയിട്ടിരിക്കുന്നതാണ് ചേട്ടൻ പറയുന്നത്. എല്ലാവരും കണ്ടത് ചേട്ടൻ്റെ തലയായി പോയതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അപ്പോൾ ദാ മാർ തോമസ് ശ്ലീഹായുടെ പാദമുദ്ര. മാർ തോമസ് ശ്ലീഹായുടെ പാദമുദ്ര. അപ്പോൾ ഇത് ആ കാണുന്ന 2 റൗണ്ട് വരച്ചിരിക്കുന്നതാണ് പാദം. ഇതാണ് പാദം പതിഞ്ഞ, ഉപ്പൂറ്റി പതിഞ്ഞ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഉപ്പൂറ്റി പതിഞ്ഞത്. അതായത് ഇങ്ങോട്ട് കയറി വരുന്ന രീതിയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന രീതിയിൽ. നമ്മളെ കൂട്ടത്തിൽ നമ്മൾ 3 പേര് വന്നതിൽ ചുള്ളൻ ചെറുക്കൻ്റെ താഴെ മുണ്ടൊക്കെ പിടിച്ച് ചാടി ഇറങ്ങിപ്പോണം. ഇതങ്ങ് നോക്കി, ഇപ്പം മുകളിലേക്ക് നോക്കുവേ. ആ നോക്കി നിങ്ങൾ നോക്കി, ചുള്ളൻ ചെറുക്കൻ ചെരുപ്പൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് 2 പേർക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടയിൽ ഇപ്പം വന്നതേ ഉള്ളൂ, അലുത്ത് തുടങ്ങി അന്നത്തേക്ക്. അപ്പം ഞങ്ങൾ മല ഇറങ്ങുവാണ്. ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ മല ഇറങ്ങാനായിട്ട്. ഒത്തിരി പേര്. ആ ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും മല ഇറങ്ങും. നമുക്ക് അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് താഴെ എത്തണം. ഇപ്പം നമുക്കൊരു ചേച്ചിയുടെ കടയിൽ പോകണം. ഏത് ചേച്ചിയാണെന്നറിയാമോ? കാണാൻ പറ്റുമോ അറിയത്തില്ല കേട്ടോ. എവിടെയാണ് ഷോപ്പെന്ന് പോലും നമുക്കറിയത്തില്ല. മലയക്കുരിശിൽ മലയാറ്റൂർ പെരുന്നാൾ പ്രമാണിച്ചിട്ടിരിക്കുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അതാ ചെറുപ്പക്കാരൻ അങ്ങ് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറുപ്പക്കാരൻ പോകുന്നു. താഴെ പോയിട്ട് അവിടെ നോക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയിട്ട് ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ മല ഇറങ്ങി വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെയുള്ള കല്ലുകളെല്ലാം കൂടി പെറുക്കി കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു കുഞ്ഞ് കല്ലാരോ വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കുന്ന കല്ല് ഇതാ ഇവിടെ. ഓക്കെ, ഇത് ഞാൻ വെച്ച കല്ലിട്ടാടാ. ഇത് ഞാൻ വെച്ച കല്ലാണ്. ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ കണ്ടോട്ടോ. ഇതില്ലതാ ഈ ഒരു പാട് പിടിച്ചിരിക്കണം. എൻ്റെ ഇവിടെ ഇത് ഞാൻ വെച്ച കല്ല്. എൻ്റെ അടുത്ത് വെച്ചേരെ, അതിൻ്റെ അടിയിലേക്ക് വെച്ചേരെ. വാവ്. അപ്പം ഡാൻസ് വെച്ചിട്ടുണ്ട്. അപ്പം ദാ ഈ 2 കല്ല് നമ്മുടെ കല്ല്. നമ്മൾ ഈ സൈഡ് പറ്റിയാട്ടോ ഇറങ്ങിപ്പോകുന്നത്. അപ്പം അതാ പൊൻപണമൊക്കെ ആയിട്ട് ഇതാ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ദേവരാട് ലേലത്തിൽ വിൽക്കുമായിരിക്കും. ലേലത്തിൽ വന്ന ആടായിരിക്കും അല്ലേ? നേർച്ചയാണ്. നല്ലൊരു മുട്ടനാട്. നോക്കി, പാവ ആട് മടുത്ത്.
അപ്പതാ പള്ളിയിൽ നിന്നുള്ള പൈസകൾ നേർച്ചകളെല്ലാം കൂടി ഇവിടെ ഇടവക്കാരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഒരുമിച്ച് താഴേക്ക് പോവുകയായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. നമ്മുടെ രുചി ചേച്ചിയുടെ ആംബുലൻസ് ഉണ്ട്, ഫിലോക്കാലി ആംബുലൻസ്. അപ്പതാ നമ്മൾ വന്ന അച്ചാറ് കട കണ്ടു, പക്ഷെ ചേച്ചീനെ കണ്ടില്ല കേട്ടോ. ചേച്ചി ഇവിടെ ഒന്നും ഇല്ലെന്നാണ് തോന്നണത്. ചേച്ചിയുടെ പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേച്ചീനെ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞു ഇവിടെ ഒരു ചേച്ചിയുണ്ട് നമുക്ക് കാണാന്ന്. ഇപ്പം ഈ ചേച്ചിയാണ് കേട്ടോ. അപ്പൊ നമ്മളിതാ വണ്ടി ഇട്ടെടുത്ത് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കടയിൽ കയറി കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചുമ്മാ കാണാൻ ഭംഗിയുള്ള കുറച്ച് പാത്രങ്ങളെ. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ആകെ വേർത്ത് കുഴഞ്ഞിരിക്കുവാണ്. അയ്യോ. അപ്പതാ നമ്മുടെ നക്ഷത്ര തടാകം നല്ല ഭംഗിയില്. ഇത് ഏതാണ്ട് നക്ഷത്രത്തിന്റെ ആകൃതിയിലൊക്കെയാടാ കിടക്കുന്നേ. അഞ്ച് വാല് പോലെ. അതുകൊണ്ടാണ് നക്ഷത്ര തടാകം എന്ന് പേര് കിട്ടിയത്. ഇപ്പുറത്ത് വല്ല പാടമൊക്കെ ആയിരിക്കും. നീയാണല്ലെല്ലാം പാടി വരുന്നത്. ആൻസ് ഇവിടെ നിന്ന് കാറൊക്കെ വാങ്ങിച്ചു. കാറ് മുതലാളിയായിട്ട് ആൻസ് ഇത് അംബാസഡർ ആണോടാ? ഓ ഇത് ഡിക്കി. സൂപ്പറാണല്ലോ. ഡിക്കി ഇറക്കട്ടെ. ബോണറ്റ് $100 പറയിലത്തെ ഡിക്കി കണ്ടാ. അതേടാ ഒരു കുഞ്ഞു പാലം. കടവ് ഇവിടെ ഇഷ്ടം പോലെ കടവുണ്ട്. പാർക്കോ? എവിടെ? ഒരു കുഞ്ഞത്. മലയാറ്റൂര് മലയൊക്കെയാണ് കാണുന്നത്. രാത്രിയിലൊക്കെ വരുമ്പോൾ അവിടെ ലൈറ്റ് വെട്ടങ്ങളൊക്കെ കാണാം. ഓ, ഈ പൂച്ചെടി നാട്ടിലെല്ലാം പിടിച്ചു നിൽപ്പുണ്ട്. ഞാൻ മാത്രം നട്ടിട്ട് പിടിക്കണില്ല. ആ വെള്ളപ്പൂണ്ടാണ് ചെടി. കുഞ്ഞു പൂണ്ടാണ്. ഞാൻ എന്നാ ചട്ടി നട്ടു വെച്ചേക്കണം. അപ്പതാ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ബ്ലോക്കൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. ഹായ്. അപ്പം നമ്മളിതാ വീട്ടിലെത്തിട്ടോ. ഞാനിങ്ങനെ നടക്കാതിരുന്ന് നടന്നത് കൊണ്ട് എൻ്റെ കാലിന് ചെറിയ നീരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ നഖം കണ്ടോ ഡാൻസ്? അതിൻ്റെ നഖം നോക്കിക്കേ നീ അടിയിലേക്ക്. തുടരുത്, ഭയങ്കര വേദനയാണ് നീര് കാരണം. ആ നഖം ഇച്ചിരി വളർന്നിട്ടുണ്ട്. അത് നാളെ വെട്ടണം. രാത്രി വെട്ടാൻ കൊള്ളില്ല. മാറിക്കേടാ. എന്നതാ വെക്കണ്ട? ഞാൻ പുറകോട്ട് ഇറങ്ങണോ? ചേട്ടാ വലിയ ചൂട് എന്ത് തേക്കരുത് കൂട്ടാ. പൊള്ളു.
ചേട്ടനൊരു ഇതും ഇല്ലാത്ത മയം. ചേട്ടൻ എനിക്കിട്ട് തുച്ച നോക്കി. ചേട്ടൻ ശരിക്ക് പിഴിയണം. ചേട്ടനാണെങ്കിൽ തിളച്ച വെള്ളം ഇനി പൊള്ളലിന് വേറെ ചികിത്സിക്കേണ്ടതായിട്ട് വരും. ശരിക്ക് പിഴിഞ്ഞ ആകെ മാത്രാ പാടുള്ളൂ. ചേട്ടാ ശരിക്ക് പിഴിഞ്ഞോ. ഓ ആ സകല ശക്തി എടുത്ത് പിഴിഞ്ഞോ. ആ കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വേണം പാദത്തിലാ ചേട്ടാ. പാദത്തില് അവിടെ അതവിടെ കിടന്നോട്ടെ, ഒരു പ്രയോജനമൊന്നുമില്ലല്ലോ. ചൂടുണ്ടോ? ഉപ്പൂറ്റി ചൂട് പോയി. അയ്യോ അയ്യോ അതെന്നെ പരിപാടി. ഇപ്പൊ ഞാൻ ചാടി ഇറങ്ങി ഓടിയാന്. ആ ചേട്ടാ ഒരു മയ. ചേട്ടാ അങ്ങനെ വെക്കില്ല. ആ ചേട്ടാ പൊള്ളു, അവിടെ വട്ടത്തിൽ പൊള്ളു. ചേട്ടൻ പരീക്ഷണം ചെയ്യണം എന്റെ കാലയിലാണോ? എനിക്ക് വേദന എടുത്തിട്ടോ, അല്ലാണ്ട് പൊള്ളിയിട്ട് ഇനി അതിന് ചികിത്സിക്കാൻ വയ്യ. അവിടെ ഒന്നും വേദന ഇല്ല ചേട്ടാ. ഉപ്പൂറ്റിക്കും കാൽപാദത്തിനും വേദന. പുറകോട്ടോ തിരുമരുത്, മുമ്പോട്ടേ തിരുമാവുള്ളൂ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. ആ എടാ കാലയിലൊന്നും അങ്ങനെ പിടിക്കില്ലടാ. നല്ല നീരാടാ വച്ചാ, വേദനയാടാ. എന്നെ കെയർ ചെയ്യാൻ എത്ര പേരാന്ന് നോക്ക്, എന്നെ ട്രീറ്റ് ചെയ്യാന്. നല്ല വേദനയാടാ. നീര് കണ്ടോടാ? നീര് കണ്ടാ നീ? ആ പാദം മൊത്തം നീരാടാ. കാലിന്റെ ചേട്ടൻ പൊള്ളി. ചേട്ടൻ പൊള്ളി. അടി 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 അടിഭാഗത്ത് ഉപ്പൂറ്റി. അല്ലാണ്ട് എന്നെ അടിക്കാനല്ല പറഞ്ഞ, അടി ഉപ്പൂറ്റി. അപ്പോൾ വന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതൊക്കെ പോകുന്നത് എനിക്ക് വേദനയാടാ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.